അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പം നമ്മൾ ഇന്ന് വന്നിക്കണത് ഈ ചൂട് കാലത്ത് ഉണ്ടാകുന്ന ഒരുവിധം അസുഖങ്ങൾക്കൊക്കെ ശമനം കിട്ടണ ഒരു മരുന്നും കൊണ്ടാണ് കേട്ടോ. അതായത് കൂവപ്പൊടി പണ്ട് കാലത്ത് എല്ലാവരും ഉണ്ടാക്കി മടുത്തുകാണ്ട് ഉണ്ടാക്കാതായതോ ഇപ്പം പെട്ടെന്ന് നമ്മൾ ഒരു മെനക്കെടില്ലാതെ കൂവപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ടിപ്പും കൊണ്ടാണ് കേട്ടോ നമ്മൾ വന്നിക്കണത്. നമ്മളിത് പേടിച്ച് നിന്ന് ഇപ്പോൾ ഒരു 1-2 മാസമായിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് തന്നതാണ്. ഒരു 5-6 കിലോന് കൂവുണ്ട്. അപ്പോൾ അത് വെള്ളം കുറച്ച് വേണേനോ പിന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതാട്ടോ. അപ്പോൾ നോമ്പിൻ്റെ ഒക്കെ മുമ്പ് ഇപ്പോൾ 2 മാസമായി കിട്ടാൻ കൊണ്ടുവന്നിട്ട് അപ്പോൾ മുള ഇങ്ങനെ കുറേശ്ശെ വിരലെടുത്ത് തുടങ്ങിയിരിക്കണേ. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വയറ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും, അതേപോലെ മൂത്രക്കടച്ചിൽ, പിന്നെ മൂത്രക്കല്ല്, അതേപോലെ അങ്ങനത്തെ ഒരുപാട് ഈ മൂത്രക്കല്ലൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞതും കൂടി ഓപ്പറേഷൻ ചെയ്യാതെ ഇത് കുടിച്ചിട്ട് മാറിയവരുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനൊക്കെ പറ്റണ ഒരു മരുന്നാണ് കൂവപ്പൊടി. ഒരുവിധ ആൾക്കാർക്കൊക്കെ മുമ്പുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ഇപ്പോഴത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ലേക്കാരം. നമ്മളെ പറമ്പുകളിലും ഒക്കെ നമ്മളെ പറമ്പുകളില വേറെ ഏതെങ്കിലും വലിയ പറമ്പുകളിലൊക്കെ ഇങ്ങനെ കാട്ടിലും അവിടെയും ഇവിടെയൊക്കെ മുളച്ചുണ്ടാവണം. ഇതിന് പ്രത്യേകിച്ചൊരു വള കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതിങ്ങനെ ഉണ്ടാവും, ആരുമായിട്ട് എടുക്കില്ല. പണ്ടൊക്കെ എടുത്ത് പലമ്പലിങ്ങനെ വരുത്തിക്കാണ്ടൊക്കെ അതിനിട്ട് ഉണ്ടാക്കിയിട്ട് കേട്ടോ. ഇപ്പം പിന്നെ അത് മിക്സിക്ക് അടിക്കലായി. പിന്നെ ഇപ്പം ഇത് നമുക്ക് എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു ടിപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ആ മയത്ത് വെച്ചുകാണ്ട് ഞാൻ ചളിയൊക്കെ നല്ല ചളി ഉണ്ടാവുമല്ലോ മണ്ണിൽ നിന്ന് പറിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ വെള്ളത്തിനാണെങ്കിൽ കുറച്ച് ക്ഷാമമാണ്. അപ്പോൾ ഞാൻ മഴവെള്ളം കിട്ടിയപ്പോൾ പിന്നെ അതിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ ഒരുപാട് കഴുകിങ്ങാണ്ട് മയത്ത് വെച്ചതേന് കേട്ടോ. അപ്പോൾ ഇപ്പം പിന്നെ കുറച്ച് മഴവെള്ളമൊക്കെ എടുത്ത് വെച്ച് ഇത് ഒരു കുറേ വട്ടം കഴുകണം. അപ്പോൾ അതാട്ടെ നമുക്കുള്ള ബുദ്ധിമുട്ട്, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് വെള്ളം വേണം. അപ്പോൾ നമ്മൾ നന്നായി 3-4 വട്ടം കഴുകി. പിന്നെ ഇത് വരൻ്റെ ഒന്നും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ വേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഈ വെള്ളത്തിലിട്ടുകാണ്ട് ഇങ്ങനെ ആ വേരൊക്കെ ഒന്നിട്ട് മുറിച്ച് കൊടുക്കുക. പിന്നെ അത്യാവശ്യം വലിയത് ഞാൻ 2 പൊളിയാക്കിക്കാണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഇതിനൊരു പണിയില്ല. അപ്പോൾ ഇതെല്ലാവരും വിചാരിക്കും ഇത് കുറേ മെനക്കെട്ടുണ്ടാക്കിയാലും ഇത് കുറച്ച് പൊടിയേ കിട്ടുള്ളൂ എന്നൊക്കെയാണ് ഓരോരുത്തരുടെ ധാരണ. ഇതിൻ്റെ പിന്നെ ഉപയോഗം ഇതിൻ്റെ ഇത് എത്രത്തോളം എന്നറിയില്ല കേട്ടോ. നമ്മൾ ഏത് ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാലും അതിൻ്റെ ഒന്നും എത്തില്ല. അത്ര നല്ല മരുന്നാണിത്. ഈ മൂത്രസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവില്ല, ഈ മൂത്രക്കടച്ചിൽ, കല്ലിൻ്റെ അസുഖങ്ങൾ, എന്നമാതിരി വയറ് കാഴ്ച, അങ്ങനത്തിനൊക്കെ പറ്റും. ഇത് 1 കിലോ പൊടി നമ്മൾ ഒറിജിനൽ വാങ്ങണമെങ്കിൽ ഈ 2000 ഉറുപ്പ്യട്ട വില. പക്ഷേ നമുക്ക് ഒറിജിനൽ ചിലപ്പോൾ കിട്ടില്ല എന്ന് വരും. ആരപ്പോൾ ഇത് ഉണ്ടാക്കി കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കാണ്ട് നമുക്ക് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് എടുക്കുക. ഈ ചൂട് കാലത്താണ് ഇത് നല്ല ആവശ്യം ഉണ്ടാവൽ. അപ്പോൾ നമ്മളതൊക്കെ കഴുകി വൃത്തിയാക്കിങ്ങാണ്ട് പിന്നെ വെളുപ്പുള്ളൊക്കെ മുറിച്ചില്ല. അപ്പം ഇത് മില്ലിക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ മില്ലിക്ക് കൊണ്ടുപോയാൽ പെട്ടെന്ന് ഇതിനത് പണി കഴിച്ച് കിട്ടും. അതിനകത്ത് പൈസ ആവില്ല കേട്ടോ. അപ്പോൾ 6 കിലോന് എനിക്ക് 110 ഉറുപ്പ്യ ആകെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മോന് വണ്ടിമേൽ കൊണ്ടുപോവാണ്. അപ്പോൾ മില്ലിലെത്തി. അപ്പോൾ മില്ലിലാണ് പണി നടക്കുന്നത്. നമ്മളാവുന്ന കണ്ടു നോക്കുക മില്ലിൽ എങ്ങനെയാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ആട്ടിയെടുക്കാൻ ഒരു 10 മിനിറ്റേ ആകായിട്ടുള്ളൂ കേട്ടോ. മോനാണ് കൊണ്ടുപോയി അപ്പം തന്നെ അത് ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവന്നും ചെയ്ത്. ഞാൻ പറഞ്ഞില്ല 110 ഉറുപ്പ്യാണ് 6 കിലോന് കൂവ ആട്ടാനായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനും വലിയ പണിയൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് അതൊക്കെ കഴിഞ്ഞ് കിട്ടിയിരിക്കണേ. അപ്പോൾ അതാ പിന്നെ ആട്ടിക്കാണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ മോൻ തന്നെ പോയിട്ടത്. അപ്പോൾ അതാ കൊണ്ടുവന്നിക്കണേ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നപ്പോൾ അതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് ഇത്ര ഉള്ളൂ കേട്ടോ. ഇതുണ്ടാട്ടിയപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി പണി നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കി എളുപ്പത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടാ. പഴയ കാലത്ത് മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു പണിയാണിത്. അപ്പോൾ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ വേണം, ചെമ്പട്ടികളൊക്കെ ഇട്ടാൽ. അപ്പോൾ അതൊക്കെ നിരത്തി വെച്ചിക്കണേ. അപ്പോൾ ഇന്ന് വീട്ടിൽ ആരും ഇല്ല കേട്ടോ, ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ചോറിൻ്റെ പണിയൊക്കെ കുറവാട്ടോ. അപ്പോൾ ഞാനിന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വെള്ളം കുറച്ച് വേണ്ടി വരുമല്ലോ. അപ്പോൾ ഇത് കൊണ്ടുവന്നേക്കുന്നത് ഒരു 3 ഇരട്ടി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിന് സാധനത്തിന് കട്ടാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ ആ കട്ട് ഒഴിവാക്കി നമുക്ക് 3 വെള്ളം മാറ്റി കൊടുക്കണം. അപ്പോൾ അതിന് ഞാനിപ്പോൾ 3 ഇരട്ടി വെള്ളം ഒഴിച്ച് കാണ്ട് ആണ് കേട്ടോ അരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കുറേ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഒക്കെ ഒന്ന് ഇളക്കിക്കാണ്ട് പിന്നെ അതിക്ക് ഒരു തുണി കെട്ടിക്കാണ്ട് അരിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുകയെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പറയും അത് കുറേ പണിയാണ്, അതുകൊണ്ട് ഒന്നും കിട്ടില്ല അങ്ങനെയായിട്ട് പറയലേ. അപ്പോൾ ഇന്നതും ഒരു പണിയില്ല, എല്ലാം ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് പിന്നെ ഒന്നാമത് ഇത് അറിയാത്തതുകൊണ്ട് ഞാൻ അത് 2 മാസം ഇത് പെരിയിൽ വെച്ചുകാണ്ട് പിന്നെ മുളക്കൽ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഇത് ഉണ്ടാക്കൽ തുടങ്ങിയത്. അപ്പോൾ തന്നെ നമ്മൾ പിന്നെ ഒക്കെ ഒന്ന് ഞാൻ പറഞ്ഞില്ല 3 ഇരട്ടി വെള്ളം ഒഴിച്ചിരുന്ന്. അപ്പോൾ ഒരു ചെമ്പട്ടിൻ്റെ മേലെ ഒരു തോർത്തുമുണ്ട് നല്ലോണം കൈകിയൊക്കെ വൃത്തിയാക്കി കാണ്ട് ഇതിൻ്റെ മേലെ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേക്ക് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ദിവസത്തെ പണിയുണ്ട്, എന്നാലും വലിയ ഭാരമില്ലാത്ത പണിയാണ് കേട്ടോ. നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ ആക്കിക്കാണ്ട് ഈ മുണ്ടിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കാണ്ട് വിറ്റാൽ നല്ല പൈസ എല്ലാവരും വാങ്ങുന്നത്. ഇത് ഗൾഫിലേക്ക് പോകണവർക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ആവശ്യമായിട്ടാ. ഗൾഫിലൊക്കെ പോയി നിൽക്കണവർക്ക് ഭയങ്കര മൂത്രക്കടച്ചിലിൻ്റെ സൊക്കടുണ്ടാവും. അവിടുത്തെ ഭയങ്കര ഉഷ്ണമൊന്നും സഹിക്കാൻ വയ്യാതാവുമ്പോഴേ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴത്തെ ചൂടിനനുസരിച്ചൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ അതിനൊക്കെ പറ്റും ഉണ്ടാക്കി വെച്ചാൽ. ഇത് ഇരിക്കുന്നിടത്തോളം കൊല്ലങ്ങളോളം നമ്മൾ വീട്ടിലിരുന്നാൽ അത് അത്രത്തോളം ഫലം കൂടുകയാണ് കേട്ടോ. പെട്ടെന്നൊന്നും തീർക്കേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളിതാ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കട്ട് പോവാൻ അപ്പോൾ അതിനിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെ കാണിച്ചതാട്ടാ. ഞാൻ ആർക്കെങ്കിലും കാണണമെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഒന്ന് ലൈക്ക് അടിച്ചുകാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഒന്ന് ഇട്ടുകാണ്ട് ഷെയർ ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഒരു ഉപകാരമുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടൊന്ന് മനസ്സിലാക്കിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക. ആരും ലൈക്ക് ചെയ്യാൻ എല്ലാവരും ഒന്ന് മടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യട്ടോ. അപ്പോൾ അതാ നമ്മൾ 3-4 ചെമ്പട്ടിയിലാക്കിക്കാണ്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാ എല്ലാ പാത്രത്തിലേക്കും ആക്കി വെച്ചിക്കണേ. അപ്പം നമ്മൾ ഇത് ഊറിൻ്റെ ശേഷം ഒരു 2-3 മണിക്കൂർ കഴിയണം കേട്ടോ ഒരു ഊറാൻ. അപ്പോൾ ഊറിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ തെളി ഊറ്റി കൊടുക്കുക. പിന്നെ നല്ല മഴക്കാറൊക്കെ മൂടിയാൽ ഇത് തെളിയില്ലാന്നൊക്കെ പറഞ്ഞിട്ടന്ന് മഴക്കാറൊന്നുമില്ല. ഇന്നലെ രാത്രി മഴ പെയ്തതുകൊണ്ട് ഇന്ന് നല്ല കാലാവസ്ഥ നല്ല തെളിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്താണെന്നാവാം ഓരോരുത്തർ പഴയ കാലത്തെ ആൾക്കാർ പറയുന്നതാണ് മഴക്കാലത്ത് ഇത് ഊറി കിട്ടില്ല എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് മഴക്കാററ്റില്ലാനോ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഊറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 വട്ടം ഞാൻ തന്നെ ചെയ്ത അന്ന് തന്നെ ഊറ്റി കൊടുത്തിട്ടാണ്. പിന്നെ 3-ാമത്തെ വട്ടാണിട്ടത് പിറ്റേന്നാണിട്ടത്. അപ്പോൾ 3-ാമത്തെ ലാസ്റ്റ് വെള്ളമാണിത് പുറത്തേക്ക് ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കട്ട് 3-ാമത്തെ വെള്ളം ചിലവർ 7 വട്ടമൊക്കെ ഊറ്റുമെന്ന് പറഞ്ഞാൽ 7 വട്ടത്തിനൊന്നും ആവശ്യമില്ല, 3 വട്ടം തന്നെ മതി. നല്ല തോനെ വെള്ളം ഒഴിച്ചുകാണ്ട് നമുക്ക് ഊറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 3-ാമത്തെ വെള്ളമാണിത്. പിറ്റേന്ന് രാവിലെയാണ് ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പൊടി നിങ്ങൾ കാണുമ്പോൾ കുറച്ചേ കാണുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ ബാക്കി ഞങ്ങൾ കാണിച്ചു തരാം. പൊടി കണ്ടിട്ട് നമ്മൾ ആ കട്ടുണ്ട് ഉതിരുമ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-6 കിലോനല്ലേ ഉള്ളൂ. അപ്പം എൻ്റെ വിരലിൻ്റെ പകുതിക്ക് കണ്ട് ഇതിക്ക് ഇങ്ങനെയാണ് പോകുന്നുണ്ട് കേട്ടോ. അതിലിങ്ങനെ അമർന്ന് കിടക്കുകയാണ്. ഇത് പൊടിയായിട്ടാണ് വരുമ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ മാഷാ അല്ലാ ഞാൻ വിചാരിച്ചിലധികം എനിക്ക് പൊടി കിട്ടിക്കണേ. എന്താ വെച്ചാൽ അത് മുളച്ച് പോയ ഒരുവിധം സാധനത്തിനൊന്നും പൊടി ഉണ്ടാവില്ല. അപ്പോൾ അതാ 2 ദിവസം വെയിൽ കൊണ്ടതിൻ്റെ ശേഷം ഞാൻ പുറത്തേക്ക് എടുത്ത് കൊണ്ടുവന്ന് കിട്ടുക. അപ്പോൾ ഈ കട്ട കുത്തിയതൊക്കെ ഉണ്ടെങ്കിൽ കട്ടായി കൊണ്ടുവന്നിനി അവ ഞാൻ മിക്സിയിലിട്ടുണ്ട് പൊടിച്ചപ്പോൾ അത് ഇരട്ടിയായിട്ട് വരിക. അപ്പോൾ എന്താ മിക്സി കൊണ്ട് നിറഞ്ഞ് വരിക കേട്ടോ. കുറച്ചിട്ട് പൊടിച്ചുമ്പോൾ ആ മിക്സി കൊണ്ട് നിറഞ്ഞ് വരിക. അങ്ങനെ നല്ല കൂലിലുള്ളൊരു സാധനമാണ്. അപ്പോൾ അതാ നമ്മൾ ഒക്കെ നല്ല ഉണങ്ങിക്കണം കേട്ടോ. 2 ദിവസം ഞാൻ ഉണക്കി, നല്ല വെയിലുണ്ടല്ലോ. അപ്പോൾ ഒക്കെ ഉണക്കിക്കാണ്ട് നമ്മൾ ടിന്നിലാക്കി വെക്കുക കേട്ടോ. ഒരു 1.5 കിലോ പൊടി എനിക്ക് കിട്ടിയിരിക്കണേ. മാഷാ അല്ലാ
ഞാൻ പിന്നെ ഭയങ്കര സന്തോഷമായിട്ട് തന്നെ നമ്മളൊരു പണിയെടുത്താൽ നമുക്ക് അതുകൊണ്ട് നമുക്കൊരു സക്സസ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ആ ഒരു ഇതുണ്ട് എൻ്റെ മനസ്സിന് നല്ലൊരു തൃപ്തിയുണ്ട്. അപ്പോൾ ഉമ്മയും പറഞ്ഞു നല്ല പൊടി കിട്ടിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു വട്ടം കൂടി നമ്മൾ പറയാണ്, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ടിന്നിലുണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നല്ല ഉണങ്ങിയേക്കണം, 2 ദിവസം കൊണ്ട് തന്നെ നല്ല ഉണങ്ങി കിട്ടിയേക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ തൊടിയില എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. നല്ലൊരു പിന്നെ മരുന്നാണ്. ഇതിനെപ്പറ്റി അറിയണവർക്ക് നല്ല അറിയട്ടാ. നല്ലൊരു പ്രകൃതിദത്തമായ ഒരു മരുന്നാണ് കേട്ടത്. ഈ ചൂടുകാലത്ത് നല്ല ഇങ്ങനെ കാച്ചി കുടിച്ചാൽ തന്നെ നമുക്ക് നമ്മളെ ശരീരത്തിൽ നഷ്ടപ്പെട്ട വെള്ളത്തിൻ്റെ ജലാംശമൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ കാച്ചി കുടിച്ചാൽ ഒക്കെ നല്ല കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കാച്ചിക്കാണ്ട് ചിലവർ പാല് പരന്നുകാണ്ട് ജ്യൂസാക്കിക്കാണ്ട് കുടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കുപ്പിയിലാക്കി വെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.